ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. സ്പോട്ടിഫൈ ആൻഡ്രോയിഡിലെ ലോക്കൽ മ്യൂസിക് പ്ലേബാക്കിൻ്റെ സപ്പോർട്ട് കൊണ്ടുവരാൻ പോകുന്നു. ആമസോൺ പ്രൈം വീഡിയോയിലെ വാച്ച് പാർട്ടി എന്ന ഫീച്ചർ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൽ ആമസോൺ കണ്ടന്റ് 100 പേർക്ക് വരെ ഒരേ സമയം സ്ട്രീം ചെയ്ത് കാണാൻ പറ്റും. ഗൂഗിൾ പേയിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ ഗിഫ്റ്റ് കാർഡ് മേടിക്കാനും അതുപോലെ സെൻഡ് ചെയ്യാനുമുള്ള ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ക്വിക്ക് ക്ലീവർ എന്ന കമ്പനിയുമായി സഹകരിച്ചിട്ടാണ് ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. ബോട്ട് വാച്ച് എനിഗ്മ എന്ന സ്മാർട്ട് വാച്ച് ഇന്ത്യയിൽ ഡിസംബർ 9 ലോഞ്ച് ചെയ്യും. ആമസോണിൽ ഇതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. 1.54 ഇഞ്ചിൻ്റെ കളർ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ വാച്ച് വരിക. പിന്നെ ഈ വാച്ചിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ അതുപോലെ ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരും. ഇതിൻ്റെ വില വരിക 2999 രൂപയായിരിക്കും. ഫ്ലിപ്കാർട്ടിൽ മൊബൈൽ ബൊണാസ സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഐഫോൺ 11 പ്രോ, ഐഫോൺ SE, ഇൻഫിനിക്സ് നോട്ട് 7, Asus ROG ഫോൺ 3 ഇതുപോലുള്ള ഫോണുകൾക്കൊക്കെ നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. ഷവോമി ഡിസംബർ 16 ഇന്ത്യയിലെ MI TV 5 Pro എന്ന പുതിയ TV ലോഞ്ച് ചെയ്യും. ഇത് 55 ഇഞ്ചിൻ്റെ QLED 4K TV ആയിരിക്കും. ഫ്രീ ഫയറിൽ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിൽ റിവാംപ്ഡ് ട്രെയിനിങ് മാപ്പ്, പിന്നെ ഡ്യുവൽ വെൽഡിംഗ്, വെക്ടർ, അക്കിംബോ, SMG പോലുള്ള പുതിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. സാംസങ് ഗാലക്സി ബഡ്സ് പ്രോയുടെ സിൽവർ കളർ വേരിയൻറ്റിൻ്റെ ഇമേജ് ലീക്കായിരിക്കുകയാണ്. നവംബർ 2020 ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത നോൺ ഗെയിം ആപ്പ് വാട്സപ്പ് ആണെന്നാണ് റിപ്പോർട്ട്. ടിക്ടോക്കിനെ മറികടന്നാണ് വാട്സപ്പ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ആപ്പിൾ എയർപോഡ് 3യുടെ ഡിസൈന് എയർപോഡ് പ്രോയുടെ പോലെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. മാർച്ച് 2021 എയർപോഡ് 3 ലോഞ്ച് ചെയ്യുക. പബ്ജി മൊബൈൽ ഇന്ത്യയിൽ 14 വയസ്സിന് താഴെയുള്ളവർക്ക് ഗെയിം കളിക്കാൻ കഴിയില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് ടൈം പീരീഡിന് മാത്രമേ കളിക്കാൻ കഴിയൂ എന്നുള്ള ഫീച്ചർ വരുമെന്നാണ് റിപ്പോർട്ട്. അതുപോലെ ഗെയിമിൽ പ്ലേയേഴ്സ് ഫുൾ ഡ്രസ്സിലായിരിക്കും വരിക എന്നും റിപ്പോർട്ടുണ്ട്. സാംസങ് ടിസൻ OS ആണ് സ്മാർട്ട് TV ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ 1ാം സ്ഥാനത്ത് എന്നാണ് റിപ്പോർട്ട്. മീഡിയാടെക് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൻ്റെ പാർട്ട്ണർ ആയിരിക്കുകയാണ്. ഡിസംബർ 8 മുതൽ ഡിസംബർ 10 വരെയാണ് ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് നടക്കുന്നത്. ഇതിൽ മീഡിയാടെക് ഇന്ത്യയിൽ അവരുടെ 5G പ്രോസസ്സറുകൾ അനൗൺസ് ചെയ്തേക്കാം. മിക്കവാറും റിയൽമി X7 സീരീസിലായിരിക്കും മീഡിയാടെക്കിൻ്റെ 5G പ്രോസസ്സർ ആദ്യം വരിക. റിയൽമിയാവ് എന്ന മാസ്കോട്ട് ടീസ് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 15 ഇത് വരിക. GTA 6 എന്ന ഗെയിം ചിലപ്പം അടുത്ത കൊല്ലം വന്നേക്കാം എന്നാണ് റിപ്പോർട്ട്. റിയൽമിയുടെ കൂടുതൽ AOT പ്രോഡക്ട്സ് ഡിസംബറിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഒരു സ്മാർട്ട് പെന്നും വരുമെന്നും പറയപ്പെടുന്നുണ്ട്. ഗൂഗിൾ അസിസ്റ്റൻ്റ് എനേബിൾ ചെയ്തിട്ടുള്ള സ്മാർട്ട് സ്പീക്കറിലും അതുപോലെ തന്നെ ഡിസ്പ്ലേയിലും ആപ്പിൾ മ്യൂസിക്കിൻ്റെ സപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. ആപ്പിൾ 20 കോറുമായിട്ടുള്ള SoC ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിൽ 16 പെർഫോമൻസ് കോറും പിന്നെ 4 പവർ എഫിഷ്യൻ കോറുകളും വരും. ഇത് 2021 മാക്ബുക്ക് പ്രോയിലും അതുപോലെ തന്നെ iMacലും വരുമെന്നാണ് പറയപ്പെടുന്നത്. LG അവരുടെ മൊബൈൽ ഡിവിഷനിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അവർ അവരുടെ ലോ ആൻഡ് അതുപോലെ തന്നെ മിഡ് റേഞ്ച് ഫോണുകൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ പോവുകയാണ്. അവരുടെ മിഡ് റേഞ്ച് അതുപോലെ തന്നെ ലോ ആൻഡ് ഫോണുകളുടെ ഡിസൈനും മാനുഫാക്ചറിംഗ് ഒക്കെ മറ്റ് കമ്പനികൾക്ക് കൊടുക്കുകയാണ്. LG ലോഗോ ഈ ഫോണുകളിൽ ഉണ്ടാകും. LGയുടെ റോളബിൾ ഫോൺ സൗത്ത് കൊറിയയുടെ കരിയർ ഇൻ്റർനെറ്റ് ഡാറ്റാബേസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. iPhone 7, iPhone SE 2020, iPhone 10, iPhone XR, iPhone XS ഇതുപോലുള്ള ഫോണുകളിൽ iOS 14.2 സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നതായിട്ട് പല യൂസേഴ്സും കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ചില യൂസേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 30 മിനിറ്റ് കൊണ്ട് തന്നെ 50% വരെ ചാർജ് തീരുന്നുണ്ട് എന്നൊക്കെയാണ്. ഓപ്പോ സാംസങ് ഗാലക്സി Z Flip എന്ന ഫോണിൻ്റേതുപോലുള്ള ഡിസൈനിൽ വരുന്ന ഒരു ഫോൾഡബിൾ ഫോൺ പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. ഹുവാവേ നോവ 8ലും അതുപോലെ തന്നെ ഹുവാവേ നോവ 8 പ്രോയിലും കിരീൻ്റെ ചിപ്പായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. പിന്നെ ഹുവാവേ നോവ 8ൻ്റെ വില ഏകദേശം 3000 യുവാൻ ആയിരിക്കാനാണ് സാധ്യത. അതായത് ഏകദേശം 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഹുവാവേ നോവ 8 പ്രോയുടെ വില ഏകദേശം 4,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും. അതായത് ഏകദേശം 42,000 രൂപ പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഡിസംബർ 23 ഈ ഫോണുകൾ ചൈനയിലായിരിക്കും ആദ്യം ലോഞ്ച് ചെയ്യുക. കാസ്പർസ്കി ആക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഫോൺ നിർമ്മിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. കാസ്പർസ്കി OS സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ മിനിമൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രം വരാനാണ് സാധ്യത. OnePlus 9 Pro എന്ന ഫോണിൻ്റെ പുതിയൊരു ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഈ ഒരു ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരുമെന്ന കാര്യം OnePlus കൺഫേം ചെയ്തിട്ടുണ്ട്. OnePlus Nodeൽ 2023 ജൂലൈ വരെയും അതുപോലെ തന്നെ OnePlus 8 സീരീസിൽ 2023 ഏപ്രിൽ വരെയും സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. വിവോ Y52s എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 720 എന്ന 5G പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്.
5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 1598 യുവാനാണ്, അതായത് ഏകദേശം 18,000 രൂപ. ഓപ്പോ റെനോ 5 സീരീസിൽ ഓപ്പോ റെനോ 5 4G എന്ന ഫോണും കൂടി വരുമെന്നാണ് റിപ്പോർട്ട്. ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. പിന്നെ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 44 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ 4310 mAh ബാറ്ററി ആയിരിക്കും വരിക. ഈ ഫോണിൽ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സാംസങ് S21 സീരീസിൻ്റെ ഫ്രണ്ട് പാനലിൻ്റെ ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. ഇതിൽ കാണിക്കുന്നത് സാംസങ് S21 അൾട്രയിൽ 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുമെന്നാണ്. പിന്നെ ഈ ഒരു ഫോണിൽ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ സാംസങ് S21 പ്ലസിൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും സാംസങ് S21 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും വരും. ഐസ്യൂനിവേഴ്സ് എന്ന ലീക്സ്റ്ററാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ സാംസങ് S21 പ്ലസിൻ്റെയും അതുപോലെ തന്നെ സാംസങ് S21 അൾട്രയുടെയും ബാക്കിൽ നിന്നുള്ള റിയൽ ലൈഫ് ഇമേജും പുറത്തു വന്നിട്ടുണ്ട്. ഇതുകൂടാതെ സാംസങ് S21 സീരീസിൻ്റെ ഹൈ ക്വാളിറ്റി റെൻഡേഴ്സും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് സാംസങ് S21 അതുപോലെ തന്നെ സാംസങ് S21 പ്ലസിലും ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക എന്നാണ്. പിന്നെ സാംസങ് S21 അൾട്രയുടെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ സാംസങ് S21 സീരീസിൻ്റെ മറ്റൊരു ന്യൂസിൽ സാംസങ് S21 അൾട്രയുടെ ക്യാമറ ഡിസൈൻ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു ഫോണിൽ 108 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക. ഇത് സാംസങ് ISOCELL HM3യുടെ സെൻസർ ആയിരിക്കും. സെൻസർ സൈസ് വരിക 1/1.33 ഇഞ്ച് ആയിരിക്കും. പിന്നെ 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. ഇത് സോണി IMX563യുടെ സെൻസർ ആയിരിക്കും. പിന്നെ സെൻസർ സൈസ് വരിക 1/2.55 ഇഞ്ച് ആയിരിക്കും. പിന്നെ 10 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് വരും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 10x സൂം സപ്പോർട്ട് ചെയ്യുന്ന 10 മെഗാപിക്സലിൻ്റെ മറ്റൊരു ടെലിഫോട്ടോ ലെൻസും കൂടി വരുന്നതായിരിക്കും. രണ്ടിൻ്റെയും സെൻസർ സൈസ് വരിക 1/1.32 ഇഞ്ച് ആയിരിക്കും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ലേസർ ഓട്ടോ ഫോക്കസ് വരും. അതുപോലെ തന്നെ LED ഫ്ലാഷും വരുന്നതായിരിക്കും. നോക്കിയ 5.4 എന്ന ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്ക് ആയിരിക്കുകയാണ്. 6.39 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സർ വരും. പിന്നെ ഫോണിൽ 4GB റാമും 128GB ഇൻറ്റേർണലും വരുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. പിന്നെ 4000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. വിവോ Y51 2020 എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 17,990 രൂപയാണ്. MI 11 സീരീസിൽ വരുന്ന ഫോണുകളുടെ കേസിൻ്റെ ഇമേജ് പുറത്തു വന്നിരിക്കുകയാണ്. OnePlus 9 സീരീസിലെ ഫോണിൻ്റെ പിന്നിൽ 2 വലിയ ക്യാമറ സെൻസേഴ്സ് വരുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ മൂന്നാമത്തെ ലെൻസ് ജസ്റ്റ് നമ്പർ തയ്ക്കാനുള്ള ചെറിയൊരു ലെൻസ് ആയിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ QHD+ റെസൊല്യൂഷനിൽ വരുന്ന പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും വരിക. MI 11 സീരീസിന് പുറമെ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഷവോമിയുടെ Redmi K40 Pro എന്ന ഫോണും പിന്നെ ബ്ലാക്ക് ഷാർക്കിൻ്റെ എംബറർ എന്ന കോഡ് നെയിമിൽ വരുന്ന പുതിയൊരു ഫോണും വരുമെന്നാണ് റിപ്പോർട്ട്. ഷവോമിയുടെ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന പുതിയ 2 ഫോണുകൾ 3C സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഡ്യുവൽ സെൽ ബാറ്ററി ആയിരിക്കും വരിക. ഒരു ഫോണിൽ 4920 mAh ബാറ്ററിയും മറ്റൊരു ഫോണിൽ 5120 mAh ബാറ്ററിയുമായിരിക്കും വരിക. പിന്നെ ഈ ഫോണുകളിൽ 55 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 35 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോണുകൾ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കഴിയും. Redmi 9 Power എന്ന ഫോൺ റെഡ്മി ടീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോൺ Redmi Note 9 4G എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരും. പിന്നെ 6000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോൺ ഇന്ത്യയിൽ ഡിസംബർ 15 ലോഞ്ച് ചെയ്യാനാണ് സാധ്യത.